അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഫാദ ഹദീസ് ക്ലാസ് 1. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. റവാഹു മുസ്ലിമുൻ റളിയല്ലാഹു അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും, അള്ളാഹു നിങ്ങളെ തടിക്ക് നോക്കുള്ളേ, വലാ ഇലാ സുവരിക്കും, നിങ്ങളെ റൂപത്തുകും അള്ളാഹു നോക്കുള്ളേ, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, അള്ളാഹു നിങ്ങളെ കൽബുകും നിങ്ങളെ പ്രവർത്തനത്തുകായിട്ടിക്കിട് നോക്കുടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസാണ്. അപ്പോൾ മനുഷ്യരുടെ ബാഹ്യമായ തടി, അവನು തടിക്കാക്കടെങ്കിത്തെ ചന്ത, ഡ്രസ്സ്, അതുപോലെ തന്നെ ബാക്കി സൗന്ദര്യ, ഇതൊന്നും അള്ളാഹു നോട്ടില്ല. അള്ളാഹു പ്രധാനമായിട്ടും നോക്കൂടെ മനുഷ്യരെ കൽബ് കയറ്റിക്കിട്. ആ കൽബ് ശുദ്ധി ഉണ്ടായില്ലേ? കൽബ് ശുദ്ധി ഇല്ലാണ്ട് ഏത് അമലാക്കിയെങ്കിലും ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കല. അതുകൊണ്ട് ഒരു മുഅ്മിനായ ആള് പ്രപ്രഥമമായിട്ട് ആക്കണായെങ്കിത്തെ സ്വാതന്ത്ര്യം ചൊന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തെ, അവൻ്റെ കൽബിടെ ഫസ്റ്റ് ശുദ്ധിയാക്കണം. ആ കൽബ് നല്ല ക്ലീനായിട്ട് വെളുത്തിട്ടില്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് അതുക്ക് അള്ളാഹുടെ ഈമാനും അതുപോലെ തന്നെ ഇൽമും അതെല്ലാം കടക്കുകയും വലിയ ഒരു തെരുവായിട്ട് മാറുന്നത്. ഇമാമിങ്ങെല്ലാം പടിപ്പാട്ടിയാറ്, നിന്റെ കൽബിടെ നീന് കക്കൂസ് പോലെ ആക്കുക തീറ ചൊന്നെങ്കിൽ പുറത്ത് വലിയ ചന്ത, എത്ര ചന്ത പോണു, ഏതെല്ലാം രൂപത്തിൽ ഹെയർ കട്ടിങ് ആക്കിയിട്ട്, ഏതെല്ലാം രൂപത്തെ ഡ്രസ്സ് ഇട്ടിട്ട്, എൻ്റെ താണിങ്ങ പെണ്ണിങ്ങ എല്ലാവരും ഈ ഒരു ഗുങ്കുടെ ഉൾഗ പോന്നിട്ടുള്ളാറ്. അങ്ങളെ ഡ്രസ്സ് എത്ര ചന്ത, അങ്ങളെ ഫാഷൻ എന്തോ സുബ്ഹാനല്ലാഹ്. മോഡേൺ യുഗത്തിൽ എന്തെല്ലാം മോഡൽ ബണ്ട അതെല്ലാം സ്വീകരിച്ചിട്ട് ബാഹ്യമായ ഒരു ചന്താക്കുക മാത്ര പ്രയത്നിച്ചുകൊണ്ടുള്ള എനിക്കത്തൊരു സമൂഹം ആയിട്ടിരിക്കുന്നു ഞങ്ങൾ കണ്ടുകൊണ്ടുള്ളേ. അപ്പം ഈ പുറത്ത് വലിയ ചന്ത ആരെങ്കിലും കണ്ടെങ്കിൽ ചിലപ്പോൾ കൈമുത്തിപ്പോവും, അവൻ്റെ സൗന്ദര്യവും അവൻ്റെ ഹാലും അവൻ്റെ കോലെല്ലാം കണ്ടെങ്കിൽ. അതേ സമയത്ത് അവൻ്റെ കൽബ് വെറും കക്കൂസ് പോലെ ആയിട്ടിക്കിട്, വെറും നാരിയൊണ്ടിക്കിട്. മഹാന്മാർ ചൊന്നാറ്, അകം മിനുക്കാതെ പുറം നീ മിനുക്കണ്ട, കക്കൂസിനുള്ളൊരു രീതി നീ എടുക്കണ്ട. കക്കൂസ് ഞങ്ങളെ ഉത്തരമുള്ള കക്കൂസ് പോയി നോക്കിയെങ്കിൽ എത്ര ക്ലീനിക്കിട്, 4-3 വട്ടമുള്ള കക്കൂസ് ക്ലീൻ ആക്കിടാറ് ബേസിൻ. അതിലെ മേൽ പോയി നിണ്ടെങ്കിൽ ഞങ്ങളെ മുഖമെല്ലാം ചിലപ്പോൾ അതിലെ കാണും, അത്രയും വെളുത്തിട്ട് നല്ല ക്ലീനിക്കിട്. അതേ സമയത്ത് ആ കക്കൂസിലെ ഉൾഗമ മനുഷ്യനാവണമെങ്കിൽ വേണം ആ നാട്ടത്തിൽ ആർക്കും നിൽക്കോ സാധ്യക്കല്ല, അത് മിത്ത് ഓപ്പൺ ആയെങ്കിൽ. അപ്പൊ കക്കൂസിലെ പുറത്ത് ബേസിൻ ബാരി ചന്ത, ഉൾഗ വെറും മോശ. അതുപോലെ നീ ആവണ്ട, നിന്റെ പുറത്ത് ബാരി ചന്ത, ഉൾഗ വെറും മോശ. അങ്ങനത്തെ ഒരു അവസ്ഥ നിക്ക് വന്നു പോണു തീറ. അപ്പൊ കൽബ് ക്ലീൻ ആവണു. കൽബിടെ ഉൾഗ വലിയ രോഗമുണ്ട്, അമ്രാദുൽ ഖുലൂബ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല ഇയ്യാ ഉലൂമുദ്ദീനിൽ വലിയൊരു അധ്യായമേ കൊടുത്തിട്ടു ഇത് ചർച്ചാക്കിട്. കൽബ് കുറേ രോഗമുണ്ട്, കിബിറ്, അതുപോലെ ലോകമാന്യ, അസൂയ, അതുപോലെ ഇങ്ങനത്തെ പല രോഗമെല്ലാം കൽബിലുണ്ട്. ഈ രോഗ ക്ലീൻ ആവണു, ഷിഫാവണു. ക്യാൻസറായിട്ട് മാർഗമായിട്ട് രോഗമായിട്ട് കിഴിത്. ഇങ്ങനത്തെ രോഗ ഒരാളെ കൽബിലുണ്ടെങ്കിൽ ആ കൽബുക്ക് പിന്നെ അള്ളാഹുടെ ഈമാൻ കിടക്കല, അള്ളാഹുടെ റഹ്മത്ത് ഇൽമു കിടക്കല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമ്മേ ചൊന്തു ഒരു ഹദീസിൽ, നായയുള്ള ഔത്തുകു അതുപോലെ ഫോട്ടോ ഉള്ള ഔത്തുകു മലക്ക് കിടക്കലാണ്ട്. അതിൽ ഇമാം ഗസാലി വിശദീകരിക്കൽ എങ്ങനെയാന്ന് ചൊന്നെങ്കിൽ, കൽബു അവാൻ ചൊന്നെങ്കിൽ കൽബു, ആ കൽബിൽ നായിങ് ഉണ്ട്, ചെമ്മ നായിങ്. ആ നായി ഏത് കൊണ്ടുണ്ടാ, കിബുറു, അതുപോലെ അസൂയ, ഇങ്ങനത്തെ നായിങ്ങായിട്ടിക്കട് കൽബിലുള്ള. അങ്ങനത്തെ കൽബ് ഒരിക്കലും അള്ളാഹുടെ റഹ്മത്തിലെ മലക്ക് കിടക്കലെ, റഹ്മത്ത് കിടക്കലെ, അള്ളാഹുടെ നൂറാകുന്ന പ്രകാശാവുടെ ഇൽമു കിടക്കലെ. അതുകൊണ്ട് പ്രപ്രഥമമായിട്ട് പ്രധാനമായിട്ട് മനുഷ്യ ആക്കണായ സ്വാതന്ത്ര്യം ചൊന്നെങ്കിൽ അവൻ്റെ കൽബ് ശുദ്ധിയാക്കണം. ആ കൽബ് കാണു വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, ആ കൽബ് കയറ്റിക്കിട് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂടെ. അങ്ങനെ ക്ലിയറായ കൽബിലൊട്ടിಗೆ കൽബ് കൊണ്ട് അള്ളയുടെ മുട്ട പോയെങ്കിൽ മാത്ര അള്ളാഹുടെ മുട്ട നിങ്ങൾക്ക് രക്ഷപ്പെടുക സാധ്യ. അള്ളാഹു ഖുർആനിൽ ചെന്ന പോലെ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ദുനിയാവിലുണ്ടായ കോടിക്കണക്കിന് സമ്പത്ത അല്ലെങ്കിൽ നല്ല മക്ക ആറും അള്ളയുടെ മുന്നിൽ നിൽക്ക് ഉപകാരത്തുക വരലെ. കൽബു രക്ഷപ്പെട്ട നല്ല ക്ലിയറായ കൽബ് കൊണ്ട് നീ അള്ളാഹുടെ മുട്ട പോയെങ്കിൽ നിനക്ക് രക്ഷപ്പെടുക സാധ്യാണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചൊല്ല. അതേ ആശയത്തെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ ഹദീസിലൂടെ നിങ്ങൾക്ക് പഠിപ്പാട്ടിത്തണ്ട്. ഇതിലാശയ വിശാലമായ ആശയം ഇതുകൊണ്ട് സംക്ഷിപ്തമായിട്ടായിട്ടിരിക്കും ഞാനിപ്പോൾ ചൊന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.